ശാരിക, ഞാൻ ഓൾറെഡി ചവിട്ടി അരക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് ചിലപ്പോ നാളെ താത്തിടാം. ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് ഉപേക്ഷിക്കായിരിക്കും. പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊറ്റ എറിയുന്നല്ലേ പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും. ഞാൻ ചോദിക്കട്ടെ ശാരിക, നിങ്ങൾ എന്ത് പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുന്നില്ല. രേണു സുധിയുടെ സത്യം മോളിലിരിക്കുന്ന ആൾക്കറിയാം. അഭിനയിക്കും ഞാൻ ആൽബത്തിലോ അതിലൊക്കെ അഭിനയിക്കും സിനിമയിൽ. ഇവിടെ എന്തിനാണ് ഞാൻ അഭിനയിക്കുന്ന ശാരിക? നിങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യയാണ്. കൊല്ലം സുധിയുടെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. അപ്പൊ കൊല്ലം സുധിക്ക് തന്ന വീട് നിങ്ങളുടെ വീടല്ലേ? ഞാൻ അവിടെ താമസിക്കുന്നതിനാണ് കമന്റ്സ്. ഇവിടെ ഇറക്കി വീട്, ഇവിടെ എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത്, ഇവിടെ ലാസ്റ്റ് അടിച്ചിറക്കും, അതൊക്കെ എന്തിനാണ് പറയുന്നത്? ഇവിടെ കൊല്ലം സുധിയുടെ ഭാര്യയാണോ? അല്ലേ, ആണല്ലോ. അപ്പൊ പിന്നെ കൊല്ലം സുധിയുടെ പേരിൽ തരുന്ന വീടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടല്ലേ? രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം സുധിക്ക് കൊടുത്ത വീടല്ലേ? രേണു സുധിക്ക് എവിടെ വീട് തന്നു? കൊല്ലം സുധിക്ക് കൊടുത്ത വീടാണോ? കൊല്ലം സുധിക്കല്ല കൊടുത്തത്, മക്കൾക്കല്ലേ കൊടുത്തത്. അത് കൊല്ലം സുധിയുടെ മക്കളല്ലേ? അതപ്പോ ആ മക്കളുടെ വീടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ രേണുവിന്റെ ആ ഒരു നടത്തം, അതായത് ഈ കുപ്രസിദ്ധിയിലേക്ക് പോകുന്ന. അപ്പൊ ഈ കുപ്രസിദ്ധി നേടി ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ജീവിക്കുന്നില്ലേ വീട്ടില്, മക്കളുമായിട്ട് ജീവിക്കുന്നില്ലേ? അവർക്കാർക്കും ഇല്ലല്ലോ ഈ പ്രശ്നങ്ങൾ. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഒരു മിഷൻ പോലെ ഞാൻ രേണുവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ അവതരിപ്പിക്കാൻ പോവാണ്? യെസ്, മിഷൻ രേണു സുധി എന്ന ഇതിന്റെ പേര്. തുടങ്ങാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്ന് ഹോട്ട് സീറ്റിലേക്ക് രേണു സുധിക്ക് ഒരു കോൾ വരുന്നു. വിളിക്കുന്നത് ഹോട്ട് സീറ്റ് ആണെന്നും അവതാരക ശാരികയാണെന്നും തിരിച്ചറിഞ്ഞ രേണു ആ ഷോയെ ഒരു സ്ട്രാറ്റജി ആക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. പൊതുവെ നെഗറ്റീവുകൾ വാരിക്കൂട്ടിയുള്ള ശാരികയ്ക്ക് അഭിമുഖം വന്നിരുന്നാൽ സ്ട്രാറ്റജി ആയിട്ട് ഞാൻ തീരുമാനിക്കുന്നു. ഒരിക്കലുമല്ല, പറഞ്ഞതേ തെറ്റാണ്. പ്ലാനിങ് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ അതിന്റെ റിസൾട്ട് അങ്ങനെയായിരുന്നു. റിസൾട്ട് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ പ്രേക്ഷകർ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നു ഇത് പോസിറ്റീവ് ആയിട്ട് വരുന്നു? പറ, സത്യം പറ. സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. അപ്പൊ അത് ആക്ച്വലി താങ്കൾ അല്ല, പോസിറ്റീവും നെഗറ്റീവും വരുമല്ലോ, എന്തുണ്ടായാലും വരുമല്ലോ പോസിറ്റീവ്. ഞാനത് പ്ലാനിങ് ആയിട്ടൊന്നും ഞാൻ തീരുമാനിച്ചിരുന്നില്ല. ഈ മൈൽസ്റ്റോൺ വിളിച്ചപ്പോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പൊതുവെ നെഗറ്റീവുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ശാരികയ്ക്ക് അഭിമുഖം വന്നിരുന്നാൽ തനിക്കുള്ള എല്ലാ നെഗറ്റീവും മാറിക്കിട്ടുമെന്ന് മനസ്സിലാക്കിയ രേണു ധൈര്യപൂർവ്വം ഹോട്ട് സീറ്റിലെത്തുന്നു. എങ്ങനെ, ഒന്നുകൂടെ പറഞ്ഞേ? പൊതുവെ നെഗറ്റീവുകൾ വാരിക്കൂട്ടിയുള്ള ശാരികയ്ക്ക് ഇത് തന്നെയായിരുന്നല്ലേ നെഗറ്റീവ്? ഷോ ഒന്നും കണ്ടിട്ടില്ലല്ലേ? ഞാൻ ഒരുപാട് അപമാനിക്കുന്ന ക്വസ്റ്റ്യന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലുമല്ല. എന്നെ പോസിറ്റീവായിട്ട് ചെയ്തത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓഹോ, ശരി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോളൂ. പൊതുവെ നെഗറ്റീവുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ശാരികയ്ക്ക് അഭിമുഖം വന്നിരുന്നാൽ തനിക്കുള്ള എല്ലാ നെഗറ്റീവ്സും മാറിക്കിട്ടുമെന്ന് മനസ്സിലാക്കിയ രേണു ധൈര്യപൂർവ്വം ഹോട്ട് സീറ്റിൽ എത്തുന്നു. ഒരിക്കലുമല്ല, അങ്ങനെയൊന്നുമല്ല. എന്നെ വിളിച്ചു, ഞാൻ വന്നിരുന്നു. ശാരികയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ശാരികയെ കുറിച്ചൊന്നും അറിയാതെയാണോ രേണു ഹോട്ട് സീറ്റിൽ? ശാരികയെ കുറിച്ച് ഞാൻ നെഗറ്റീവ് പറയുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു ശാരികനെ നേരത്തെ തൊട്ടേ. ഓ, അത് ശരി. അങ്ങനെ അപ്പൊ ഹോട്ട് സീറ്റ് കഴിഞ്ഞപ്പോ അത് മാറിക്കിട്ടി കാണുമല്ലോ. പരിപാടി കഴിഞ്ഞ് ഒരു കൊലച്ചിരിയോടെ കൊച്ചിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് വണ്ടി കയറിയ രേണു എപ്പിസോഡിന്റെ ഞാൻ ഉദ്ദേശിച്ച താങ്കൾക്കുള്ളിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്ത് പ്ലാൻ? സത്യത്തിൽ ഇപ്പോഴും താങ്കളുടെ നിന്ന് അഭിനയിക്കുവാണ്. പ്ലാനിങ് അല്ല, ഞാൻ അഭിനയമല്ല. എന്റെ അഭിനയിക്കും ഞാൻ ആൽബത്തിലോ അതിലൊക്കെ അഭിനയിക്കും സിനിമയിൽ. ഇവിടെ എന്തിനാണ് ഞാൻ അഭിനയിക്കുന്ന ശാരിക? അല്ല, അങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് മറ്റേ തെറി മുഴുവൻ എനിക്ക് തിരിഞ്ഞു വന്നത്. ധൈര്യപൂർവ്വം ചിരിച്ചുകൊണ്ടല്ലേ എല്ലാ മറുപടിക്കും. നോർമലി അങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ്, എനിക്കെല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്, എനിക്ക് ആയി കഴിഞ്ഞു. സോ ഇതൊന്നും അത്ര വിശ്വസനീയമായിട്ടുള്ള നീതീകരണങ്ങളല്ല. ഓക്കെ, ഷോ ഔട്ടായതോടെ രേണുവിന് വിചാരിച്ച പോലുള്ള പോസിറ്റിവിറ്റി കമന്റുകൾ തുരുതുരാ വരുന്നു. രേണു അത്യധികം സന്തോഷവതിയായി. കിട്ടിയ സന്തോഷവതിയാവുമല്ലോ. ഓക്കെ, ശാരികയ്ക്ക് കിട്ടിയ നെഗറ്റീവ് കമന്റുകൾ കണ്ട് വീട്ടിൽ നിന്ന് തുള്ളിച്ചാടി രേണു. ഒരിക്കലുമില്ല. എന്തിനാണ് തുള്ളിച്ചാടുന്നത്? എന്നാ കാര്യത്തിനാണ്? ശാരിക, എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. ഇതിനുള്ള മറുപടി അടുത്ത സ്റ്റേറ്റ്മെന്റ് രേണു പറയണം. ഓക്കെ. സോ
ഹോട്ട് സീറ്റിന് ശേഷം വിവാദം കൊടിപിടിച്ചിട്ടും ഒരക്ഷരമിണ്ടാതെ ലൈവിൽ പോലും പ്രതികരിക്കാതെ മനഃപൂർവ്വം മൗനം പാലിച്ച് രേണു. മനഃപൂർവ്വമല്ല, എനിക്ക് നല്ല തിരക്കാണ്. പിന്നെ ഞാൻ എന്തിനാണ് ലൈവിൽ വന്ന് ഇതൊക്കെ പറയുന്നത്? അത് നമ്മുടെ ഒരു ജോലിയാണ്. തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ എന്താ? തുള്ളിച്ചാടിയിട്ടില്ല. എനിക്ക് സന്തോഷമുള്ളതുകൊണ്ട് ലൈവിൽ വരാതെ. പോകത്തില്ലേ? ഈ വീഴത്തില്ലേ? ശാരിക, എനിക്ക് തുള്ളിച്ചാടാൻ സമയമില്ല. എനിക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. തുള്ളിച്ചാടാൻ സമയമില്ലായിരുന്നു. എന്റെ രേണു, ഹോട്ട് സീറ്റിൽ ഇരുന്ന് താങ്കൾക്ക് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി ഈ ഹോട്ട് സീറ്റിന് ശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലിയാടായ എന്നെ ഒന്ന് ന്യായീകരിച്ച് പറയാനുള്ള ഒരു മര്യാദ, ഒരു മനസാക്ഷി അത് കാണിച്ചില്ല. എന്നിട്ട് സമയമില്ലെന്ന് പറയുന്നത് എന്തൊരഹങ്കാരം. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ പറയത്തില്ലായിരുന്നു. ഞാൻ എന്തിനാണ് ആങ്കറിനെ പറ്റി എനിക്ക് ഈ ആങ്കർ കാരണമല്ലേ താങ്കൾക്ക് ഈ പോസിറ്റിവിറ്റി ഉണ്ടായത്? ആങ്കർ വിശ്വസിക്കുന്നതല്ലേ? പറഞ്ഞോളൂ. ആങ്കർ വിശ്വസിക്കുന്നതല്ല, ഷോ ആണത് കാണിച്ചു തന്നിരിക്കുന്നത്. അന്ന് പറഞ്ഞപ്പോ 12 ലക്ഷം പോസിറ്റീവ് കമന്റുകളും 10,000 നെഗറ്റീവ് കമന്റുമാണ് എനിക്ക് വന്നിരിക്കുന്നത്. 12 ലക്ഷം പോസിറ്റീവ് താങ്കൾക്കാണ്. പോസിറ്റീവ് ആകാൻ വേണ്ടി വന്നൊന്നും അല്ലല്ലോ. പിന്നെ അല്ലാതെ, അതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് രേണു അതിനെ നീതീകരിച്ചേനെ. ശാരിക അത് പറയുന്നു. ഓക്കെ, ശരി. രേണു മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഹോട്ട് സീറ്റിലേക്ക് വീണ്ടും ഇൻവിറ്റേഷൻ വരുന്നു. ഇപ്പോൾ ആഗ്രഹിച്ച പോലെ അങ്ങനെ ആഗ്രഹിച്ചൊന്നുമില്ലായിരുന്നു. ഒരിക്കൽ കൂടി വരാൻ രേണു ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചൊന്നുമില്ല. വന്നു വിളിച്ചപ്പോ സന്തോഷം വന്നു. ഓക്കെ, ശാരിക വീണ്ടും കാണാൻ പറ്റിയല്ലോ. എന്തിനാണ് കാണുന്നത്? നല്ല കാണാൻ പറ്റിയല്ലോ. അതായത് എന്റെ മറ്റേ എര, ആ ഒരു കണ്ണുകളിൽ ഞാനത് കാണുന്നു കേട്ടോ. എന്റെ കണ്ണുകളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ ശാരിക. സ്നേഹം രേണുവിന്. ഇതുവരെ ഉണ്ടായ പോസിറ്റീവ് ഇരട്ടിയാക്കാമെന്ന വ്യാമോഹത്തോടെ രേണുസുതി വീണ്ടും ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊച്ചിക്ക് വണ്ടി കയറിയിരിക്കുന്നു. ഒരിക്കലുമല്ല. ശാരികയുടെ മനസ്സിലും മുഖത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രതികാരവും ഫ്രസ്ട്രേഷനും കണ്ട് വീണ്ടും ഒരു പുഞ്ചിരിയോടെ രേണു. അത് സത്യം, അത് സത്യമാണ്. സത്യം. തുടക്കത്തില് ഞാൻ പുഞ്ചിരിക്കും. എന്റെ മുഖത്ത് ആ ഒരു, എനിക്ക് സ്വാഭാവികമായിട്ട് എടോ ഇവരെ ഇന്റർവ്യൂ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഗതികേട് വന്നതെന്ന് ഞാൻ ചിന്തിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് താങ്കൾ പതിവിൽ കൂടുതൽ റിലാക്സ്ഡ് ആയിരുന്നു വന്നപ്പോ. അത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ചിരിക്കും. എന്ത് വന്നാലും ഞാൻ കൊലച്ചിരിയല്ലേ? കൊലച്ചിരി നിങ്ങൾ ഒരാളെ ചവിട്ടി അരയ്ക്കുമ്പോ കാണുമ്പോഴല്ല, അതായത് താങ്കളുടെ പോസിറ്റിവിറ്റി മാറി. ഞാൻ ഓൾറെഡി ചവിട്ടി നെഗറ്റിവിറ്റി മാറി. ശാരിക, ഞാൻ ഓൾറെഡി ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് മാറിയല്ലോ. ജനങ്ങളുടെ തോളത്താണ് താങ്കൾ. അത് ചിലപ്പോ നാളെ താത്തിടാം. അതിനിയും ശാരിക ബലിയാടാകേണ്ടി വരുമോ എന്നാണോ? എനിക്കറിയില്ല. ശാരികയുടെ അതിനാണോ രണ്ടാമത്തെ പ്രവേശനം? ശാരിക പറയുന്ന പോലെ ഇരിക്കും. പറഞ്ഞോളൂ. പക്ഷേ കഥ മാറുകയാണെന്ന് രേണുസുതി അറിയാതെ പോകുന്നു. അറിയുന്നില്ല. യെസ്, ദ ട്വിസ്റ്റ് കമ്മിങ് സൂൺ. അലൻ ജോസ് പെരേരയും ആറാട്ടണനും ഒക്കെ ആയിട്ട് ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? ആറാട്ടണ്ണനില്ല, അറിഞ്ഞത് ഇല്ലെന്നാണ്. അലൻ ജോസ് ആളുമായിട്ട് ഉണ്ട്. സാധാരണ രേണുസുതി ഈ വഴിയിലൂടെയൊക്കെ നടന്നു, സാധാരണഗതിയിൽ ഇപ്പൊ അത്യാവശ്യം സെലിബ്രിറ്റി ആണല്ലോ താങ്കൾ, ഈ വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴേ സാധാരണ സെലിബ്രിറ്റികളെ ആൾക്കാർ ഓടി വന്ന് സെൽഫി എടുക്കുകയും ആരാധനയുടെ നോക്കുകയോ അയ്യോ അവർ പോകുന്നത് കണ്ടോ അങ്ങനെ ഒരു ഇതാണല്ലോ. പക്ഷെ താങ്കളെ കാണുമ്പോൾ ആൾക്കാർ ഒരു പുച്ഛച്ചിരി ചിരിക്കുകയും കളിയാക്കലും ഒക്കെ കുക്കിവിളിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് വരെയല്ല. ഓടി വന്ന് സെൽഫി എടുക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. മോൾ ഇങ്ങനെ തന്നെ പോണം. ഒരുപാട് അമ്മമാരൊക്കെയാണ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. പിന്നെ ചെറുപ്പക്കാരും കെട്ടിപ്പിടിക്കുമല്ല, സെൽഫി എടുക്കുന്നത്. ഇപ്പൊ താങ്കൾ പ്രശസ്തയാണല്ലോ താങ്കളുടെ ഫാമിലിയില്. ഇപ്പൊ രേണു എന്ന വ്യക്തി, ഇപ്പോ രേണുവിന്റെ പേര് തന്നെ വെച്ച് രേണു സുധി എന്ന് പറഞ്ഞ പേര് വെച്ച് തന്നെ പ്രശസ്തയാണ്. കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ, പക്ഷെ കുപ്രസിദ്ധിയാണ് കൂടുതലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബന്ധുക്കൾ ഒരാൾ പോലും ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ എന്റെ രേണു, എന്ത് നീ കാണിച്ചു കൂട്ടുന്നെന്ന് ചോദിച്ചിട്ടില്ലേ? എന്നാന്ന് ചോദിച്ചാൽ ബന്ധുക്കളുമായിട്ട് ഞാൻ അങ്ങനെ അധികം കോണ്ടാക്ട് ഇല്ല. അപ്പനെ അമ്മയും വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ ഞാൻ ആരുമായിട്ട് ഒരു കോണ്ടാക്ട്, ബന്ധുക്കളുമായിട്ട് ഞാൻ കോണ്ടാക്ട് ഇല്ല. പൊതുവേ ഞാൻ കോൾ ചെയ്യാറില്ല, സംസാരിക്കാറില്ല. വാട്സപ്പിൽ പോലും ആരെയും കോണ്ടാക്ട് ഇല്ല. ഉള്ളത് കാണുന്നത് എന്തെങ്കിലും ഒരു മരണം വന്നാലോ ഒരു കല്യാണം വന്നാലോ പോകേണ്ട അവസ്ഥ വരുമ്പോഴാണ് ബന്ധുക്കളെ കാണുന്നത്. അത് ഇന്നല്ല, കുറേ നല്ല സുധിച്ചേട്ടന്റെ മരണശേഷം ഞാൻ അങ്ങനെ ബന്ധുക്കളുമായിട്ട് യാതൊരുവിധ കോണ്ടാക്ട് ഇല്ല. ഓക്കെ, താങ്കൾ ഈ രണാസുന എന്ന പേരിൽ താങ്കൾ കുറെ കമന്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? രണാസുന എന്ന് പറഞ്ഞൊരു പേര് താങ്കൾക്കുണ്ടല്ലോ നെറ്റില്. മല്ലു റാപ്പർ, മല്ലു പെപ്പർ എന്നാണ് അവരെ പറയുന്നത്. കാരണം എന്നെ രണാസുന എന്ന് വിളിക്കുമ്പോൾ ഞാൻ അവരെ പെപ്പർ എന്ന് പറയും. ആ ഒരു പേര് അവര് എനിക്ക് കൽപ്പിച്ചു തന്ന ഒരു പേരാണ്. രണ്ട് ആൾക്കാരാണ് അവര്. താങ്കളുടെ റീൽസിൽ താങ്കൾ കാണിക്കുന്ന മറ്റേ പിടുത്തം, ചിലവർ ഞെക്കിപ്പിഴിയുന്നു എന്നൊക്കെ പറഞ്ഞ ചില ചാനലുകളൊക്കെ, അതൊക്കെ അവരുടെ ഒരു മിമിക്കില് ഭയങ്കരമായിട്ട് കാണിച്ചിരുന്നല്ലോ. അപ്പൊ താങ്കൾ എന്തുകൊണ്ട് അതിനൊന്നും പ്രതികരിക്കില്ല? ഇത്രയും താങ്കളെ ഞാൻ പ്രതികരിച്ചായിരുന്നല്ലോ. താങ്കളുടെ ലൈവിൽ വന്ന് പ്രതികരിച്ചിരുന്നോ? ഇല്ലല്ലോ. ലൈവിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, ലൈവിൽ വന്ന് ഇത്രയും മോശമായിട്ടൊക്കെ ആൾക്കാർ പറയുമ്പോൾ അവർക്കെതിരെ ഇപ്പൊ കേസ് കൊടുക്കണം അങ്ങനെ ഒരു ഫീൽ ഒന്നും തോന്നില്ല? ഇതിനു മുന്നേ എത്ര പേർക്ക് കേസ് കൊടുക്കണം. പക്ഷെ അവരെ പോലെ ആരും അത്രയും താങ്കളെ മോശമായിട്ട് എന്നെ തെറി വിളിക്കുന്നവർക്ക് വൃത്തികേടെന്ന് പറഞ്ഞ വെറും വൃത്തികേട്. എന്താ ദാസേട്ടൻ കേസ് കൊടുത്തൊരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഒക്കെ ഞാൻ എന്ത് കേസ് കൊടുക്കണ്ടല്ലോ, എന്റെ പേരിലല്ലേ ആ കമന്റ് വന്നേക്കുന്നത്.
വൃത്തികെട്ട കമന്റ്. അപ്പൊ എനിക്ക് കേസ് കൊടുക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാത്തത്. ഒന്നിനും താങ്കൾക്ക് സമയമില്ലല്ലേ? അത്ര ബിസി ഉറങ്ങാൻ പോലും ബിസിയുടെ അല്ല, എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല. ഈ ചെറിയ ചെറിയ വർക്ക്, വലിയ വർക്കല്ല, ചെറിയ ചെറിയ വർക്ക് വരുന്നതുകൊണ്ട് എനിക്ക് അതിനോടൊക്കെ ആത്മാർത്ഥതയാണ്. ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും എനിക്ക് ആത്മാർത്ഥതയാണ് വർക്കിനോട്. സോ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ. ഈ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ആള് മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഷോക്കായിട്ട് ഉണ്ടായ സംഭവമാണ്. അപ്പൊ താങ്കൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് പലയിടത്തും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദേവി ഇത് അങ്ങനെയുള്ള പരിപാടികൾ നിർത്തിക്കൂടെ? അദ്ദേഹം മരിച്ചു പോയില്ലേ? സൗകര്യമില്ല. കാരണം എന്റെ കെട്ടിയവന്റെ ഫോട്ടോ അല്ലാതെ ഞാൻ വേറെ കെട്ടിയവനാണെന്ന് പറഞ്ഞിട്ട് ഒരു കലാകാരനല്ലേ? കലാകാരന്മാരൊക്കെ ഭാര്യമാരുണ്ട്. കലാകാരനാണ്, എന്റെ ഹസ്ബൻഡാണത്. കലാകാരൻ എന്നെ ഉപരി കലാകാരൻ ഞങ്ങളുടെ അസറ്റാണ്. ഞാൻ അദ്ദേഹത്തെ എന്റെ ഹസ്ബൻഡായിട്ട് കാണുന്നു. കലാകാരൻ ഞങ്ങളുടെ അസറ്റാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു. അദ്ദേഹത്തിനെ ഞങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ ആ കലാകാരൻ എങ്ങനെയാ ഉണ്ടാവുക? കലാകാരൻ മരിച്ചിട്ട് 2 വർഷമായി. ഓക്കെ, അത് ഞാൻ തിരിച്ചു വരുമോ? തിരിച്ചു വരില്ല. പക്ഷെ അദ്ദേഹത്തെ വെച്ച് താങ്കളുടെ പേര് കുപ്രസിദ്ധിയാണ്. സുപ്രസിദ്ധിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിക്കുന്ന നിർത്തി ലൈഫില് ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് ഉപേക്ഷിക്കായിരിക്കും. കെട്ടിക്കഴിഞ്ഞാൽ പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊറ്റ എഴുതിയെന്നല്ല പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും. രേണു സുധി എന്നുള്ള പേര് ഉപേക്ഷിക്കണം. ഞാൻ വേറെ ആളെ കെട്ടണം. ഇതുവരെ ഞാൻ ഫോട്ടോ, പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ സൂചിച്ചാന്റെ ഫോട്ടോ ചവിട്ടുകറ്റ ഞാൻ എറിയത്തില്ല. അത് എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. അത് അംഗീകരിക്കുന്ന നാളെ ഞാൻ കെട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. സത്യത്തിൽ ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ രേണു കാണിക്കുമ്പോൾ സുധിച്ചേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കത്തില്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ കോമാളിത്തരം കുപ്രസിദ്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഓർത്ത് കലാകാരന്മാർ കരഞ്ഞത്, ജനങ്ങൾ കരഞ്ഞത്. രേണുസുതി ഓർത്ത് ആരും കരയത്തില്ല. കരയണോന്ന് ഞാൻ പറഞ്ഞു. മണ്ണിട്ടടിഞ്ഞാലും ആരും കരയണ്ട, അതിന്റെ ആവശ്യമില്ല. എന്തിനാ? സ്നേഹിക്കുന്നവര് കരഞ്ഞോളും. ഞാൻ പറഞ്ഞ ആരെയും കരയിപ്പിക്കേണ്ട കാര്യമില്ല. മറ്റൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. പറയാതെ വയ്യ. ദേവി ഇത് രേണു സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളോട് പറയണം. ഞാൻ ഇത്രയും ദിവസം പറഞ്ഞത് സത്യസന്ധമായിട്ട് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, തുടങ്ങാം. ഇന്റർവ്യൂകൾക്ക് വിളിക്കുമ്പോൾ വൻ പ്രതിഫലമാണ് രേണുസുതി ആവശ്യപ്പെടുന്നത്? ഒരിക്കലുമല്ല. ചെറിയ രീതിയിലുള്ള ഹെൽപ്പ് അവരെന്നെ ചെയ്തിട്ടാണ്. കാരണം എന്റെ അവസ്ഥ അറിയാവുന്നവരാണ് എന്റെ ഇന്റർവ്യൂ വിളിക്കുന്നത്. കാരണം എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഇപ്പൊ എനിക്ക് ആകെയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. എന്നിട്ടും ആദ്യ സമയങ്ങളിൽ ഞാൻ ഇന്റർവ്യൂവിന് പൈസ ഒന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. പക്ഷെ എന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞു ഏതായാലും ഇന്റർവ്യൂസ് വരുന്നതല്ലേ, അത് ചെറിയ തുക, വളരെ ഏറ്റവും ചെറിയ തുകയാണ് ഞാൻ ഇന്റർവ്യൂസിന് വാങ്ങിക്കാറ്. ഏതോ ചാനലിന് 50,000 രൂപ പ്രതിഫലം ചോദിച്ചെന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ എന്തിനാണ് അങ്ങനെ? ഒരു സിനിമയ്ക്കോ ഒരു ആൽബത്തിനോ പോലും എനിക്ക് കിട്ടാവുന്ന വെറും തുച്ഛമായിട്ടുള്ള തുകയിലാണ് ഞാൻ ചെയ്യണത്. അപ്പൊ എന്തിനാണ് ഞാൻ ഇന്റർവ്യൂവിന് 50,000 രൂപ ഒക്കെ പറയുന്നത്? അത് വെറും തെറ്റാണ്, പൊട്ടത്തരമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കയറിക്കൂടാനുള്ള അതിന് വേണ്ടിയുള്ള കോമാളിത്തരങ്ങളാണ് രേണു ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ? എന്റെ പൊന്നു ശാരിക, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഞാൻ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാളെ അല്ലായിരുന്നു. ഷോർട്സ് കാണാറുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണ് പരിപാടി. അതിന് വേണ്ടിയിട്ട് ഞാൻ കയറിക്കൂടാ. ഞാൻ എന്തിനാണ് കോമാളിത്തരം? അപ്പൊ കോമാളിത്തരം കാണിക്കുന്നവരെയാണോ അതിനകത്ത് കയറുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പൊട്ടത്തെറ്റാണ്. ഓക്കെ, ശരിക്കും സാധാരണ ഇതിൽ നെഗറ്റീവ് കൂടുതൽ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നെഗറ്റീവ് വന്ന് പോരട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബേസിക്കലി ബിഗ് ബോസ് ആണ് ലക്ഷ്യമിടുന്നതെന്നാണ് പറയാറ്. അങ്ങനെ രേണുസിന്റെ ഉള്ളിൽ അങ്ങനെ തിളയ്ക്കുന്നുണ്ടോ? ഒരു ലക്ഷ്യമില്ല. എന്നെ വിളിച്ചാൽ ഞാൻ എന്തായാലും പോകും. ഇതുവരെ വിളിച്ചിട്ടുമില്ല. ലക്ഷ്മി നക്ഷത്രം ഒഴികെയുള്ള സ്റ്റാർ മാജിക് മത്സരാർത്ഥികൾ ആരും തന്നെ സുധിച്ചേട്ടന്റെ മക്കളെയും ഭാര്യയും വേണ്ട പോലെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്? സത്യം മാത്രമാണ് പറയുന്നത്. അവരൊക്കെ അവനവരുടെ ബിസിയും കാര്യങ്ങളുമായിട്ട് പോകുന്നു. സോ ഞങ്ങളെ എന്നും കൊന്നു ഇപ്പൊ രേണു സുധിച്ചേണ്ട ഭാര്യ, സുധിച്ചേണ്ട മക്കളെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ രേണു ഇങ്ങനെ ഒരു ഫീൽഡ്, അതായത് ഇങ്ങനെ ഭയങ്കര കുപ്രസിദ്ധിയിലേക്ക് മാറിയത് കൊണ്ടാണോ സഹായിക്കാൻ ആഗ്രഹിച്ചിരുന്ന കലാകാരന്മാർ പോലും താങ്കളെ സഹായിക്കാത്തതെന്ന് ചോദിച്ചാൽ? എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ എന്ത് പറയാനാ? അത് അവരവരുടെ ഇഷ്ടമല്ലേ. ചില സന്ദർഭങ്ങളിലെങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്കാവുന്നതിന്റെ സങ്കടം രേണുസുതി അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും അത് മറികടക്കാൻ? എന്ത് ചെയ്യാന്? പാട്ട് കേൾക്കും. നെഗറ്റീവ് കമന്റുകളോട് പ്രണയം തോന്നുന്ന തരത്തിൽ ഒരു സൈക്കോ മൈൻഡാണ് രേണുസുതിക്കുന്നത് ഞാൻ പറഞ്ഞാൽ? തീർച്ചയായിട്ടും. സൈക്കോയുടെ പുതിയ തലമാണോ? നെഗറ്റീവ് കേട്ട് ഒരു ഏകദേശം ഒരു നെഗറ്റീവ് കമന്റ്സിനോട് പ്രണയം തോന്നുന്നുണ്ട്. കാരണം സൈക്കോ മൈൻഡ് ആയെന്ന് പറയുന്നതിന് കാരണം എൻ്റെ അടുത്ത് പ്രതീഷ്, നമ്മുടെ കൂടെ അഭിനയിച്ച പ്രതീഷ് പറഞ്ഞു, ചേച്ചി നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കാതെ എന്ത് പോസിറ്റീവാ ചേച്ചി വരണേ? ചേച്ചി 10,000 പോസിറ്റീവ് വന്നിട്ട് ചേച്ചി റിപ്ലൈ കൊടുക്കുന്നില്ല. 2 നെഗറ്റീവ് അതിനകത്ത് വന്ന് ചേച്ചി അതിന് റിപ്ലൈ കൊടുക്കുന്നു. കാരണം എന്റെ കണ്ണിൽ അതാണ് നടക്കുന്നത്. അതാണ് ആ സൈക്കോസിസം. ആവോ. സുധിച്ചേട്ടന്റെ മണം എന്ന് പറഞ്ഞ ഒരു പ്രമുഖ താരത്തിന്റെ വീഡിയോ കണ്ടന്റിന് വേണ്ടി നിന്നു കൊടുത്തതിൽ ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട്? ഇല്ല, റിഗ്രറ്റ് ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞിട്ടാണ് ആ സ്മെല്ല് താരം അതൊക്കെ. പക്ഷേ അത് അവര് കോണ്ടന്റ് ആക്കുമെന്ന് രേണു പ്രതീക്ഷിച്ചിരുന്നോ?
കാരണം ഞാനാണ് പറഞ്ഞത് അത് മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ അതൊരു എന്താ പറയാ ഒരു പ്രചോദനമാകാം. സോ ഞാൻ പറഞ്ഞിട്ടാണ് അത്, ഞാൻ എന്നും പറയുമല്ലോ, അന്നും പറഞ്ഞായിരുന്നു. പക്ഷെ അതിൽ ലക്ഷ്മി നക്ഷത്ര ആ ഒരു അവർക്ക് അതുവരെ കിട്ടാത്ത നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു ലക്ഷ്മി നക്ഷത്രയ്ക്കും നെഗറ്റീവ് മേടിച്ചു കൊടുത്തത് താങ്കളാണ്. ഒരിക്കലുമല്ല. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു വിധവ എന്ന ലേബൽ ഉള്ളത് കൊണ്ട് പലരും മോശമായി സമീപിക്കുന്നുണ്ട്. അതിപ്പം എനിക്ക് പൊതുവെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു കള്ളമല്ലേ? കള്ളത്തരം പറയുമ്പോഴും ചിരിക്കും, സത്യം പറയുമ്പോഴും ചിരിക്കും. ഏതാണ് ഇതിൽ രേണു? ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. ഏത് മേഖലയിലാണ് ഉദ്ദേശിക്കുന്നത്? താങ്കളുടെ ഇപ്പൊ ഏത് മേഖലയിൽ? ഇപ്പൊ റീൽസ്, ഇപ്പം അഭിനയ മേഖലയിലാണല്ലോ താങ്കൾ. ഇപ്പൊ ഏത് മേഖലയിലാണ് നിൽക്കുന്നത്? അഭിനയ മേഖലയിലൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അല്ലാതെ മോശമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിട്ടൊന്നും ഇല്ല ഇതുവരെ. അതെന്തായാലും അത്ര വിശ്വസനീയമായ റിപ്ലൈ അല്ല. പ്രോഗ്രാമിനോട് നീതി പുലർത്തുന്നില്ല. അങ്ങനെയൊന്നുമല്ല, ഉണ്ടായിട്ടില്ല. ചിരി വന്നു. കാരണം എന്താന്ന് വെച്ചാൽ വിധവ മക്കള് എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സമീപിക്കുന്ന ഒരു പൊതു ധാരണയാണ്. നമ്മൾ നിൽക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ അടുത്ത് ഒരു മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് നോ പറയേണ്ടടുത്ത് നോ പറയണം. ഞാൻ നോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, രേണുസുതി സുരക്ഷിതയാണോ? സെക്യൂർ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം വരെ ഞാൻ ഓൾറെഡി പപ്പ ഉണ്ട്, അമ്മയുണ്ട്, എല്ലാരും ഉള്ളതുകൊണ്ട് സെക്യൂർ ആണ്. ഇനി നാളെ എന്താവുന്നു ഐ ഡോണ്ട് നോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണുവിന്റെ മൂത്ത മകൻ എന്ന് പറഞ്ഞല്ലോ, മകന്റെ ഇന്റർവ്യൂകൾ കാണാനിടയായി. സത്യത്തിൽ മക്കളെ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റി നിർത്തിക്കൂടെ? അവരെ വിലക്കിക്കൂടെ? എന്തിനാണ് അതൊരു വിവാദമായി മാറുകയും ചെയ്തിരുന്നു? പറയാം, ആ കുട്ടിക്ക് 18 വയസ്സല്ല, 19-20 വയസ്സുള്ള കുട്ടിയാണ്. മനസ്സിലായോ? അത് കുഞ്ഞു കുട്ടിയല്ല. അപ്പം ആ ഇളയ കുട്ടിയുടെ ഇങ്ങോട്ട് വന്നിരിക്കാൻ പറഞ്ഞാൽ അവൻ വന്നിരിക്കും. ഇപ്പൊ ഞാൻ പറയാം മൂത്ത മോനോടാ നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന് ശരിയെന്ന് തോന്നുന്നു അവൻ ചെയ്യണം. അല്ല അവനെ അടിച്ചുകൊണ്ടിരുത്താനൊന്നും പറ്റൂല. അവന് പ്രായപൂർത്തി ആയ ഒരു കുട്ടിയാണ്. അവന്റെ ഇഷ്ടമാണ് ഇന്റർവ്യൂ കൊടുക്കാൻ, അവൻ ചെയ്യട്ടെ. അതിനകത്ത് ഞാൻ എന്തിനാണ് വിലക്കുന്നത്? എന്നാലും ആ ഒരു പർട്ടിക്കുലർ ഇന്റർവ്യൂല് ആ മോനോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ വളരെ മോശമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം ഞാനും അടുത്തുണ്ടായിരുന്നല്ലോ. അങ്ങനെ മോശമായി രേണുവിന് മറുപടി കൊടുക്കാം, പക്ഷെ അത് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ശരിയല്ല. അവനോടല്ലേ ചോദിച്ചത്? അവനോട് അമ്മയെ പറ്റി ചോദിച്ചാൽ അവൻ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ ചോദ്യങ്ങൾക്കും മകൻ ഉത്തരം നൽകാൻ അങ്ങനെയാണോ? അവന്റെ രീതിയിൽ പറഞ്ഞാൽ എല്ലാം അങ്ങനെ സംസാരിക്കത്തില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അവൻ ഒരു 2-3 വാക്കിലാണ് അവൻ ഒതുക്കാറുള്ളത് സംസാരം. ഇതെല്ലാം ഉപേക്ഷിച്ച് ഏതല്ല ഇപ്പോ നടക്കുന്ന സംഭവങ്ങൾ, അതായത് ഇപ്പോഴുള്ള കുപ്രസിദ്ധി നേടിയ ജോലിയും താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. അതോ ഇനി ഉദ്ദേശിക്കുന്ന തരത്തിലാണോ നമുക്ക് അറിയില്ല. ഉദ്ദേശിക്കുന്ന തരത്തിലല്ല പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് പോകണമെന്ന് മനസ്സ് പറയുന്നുണ്ട്. ജോലി കിട്ടിയാൽ സന്തോഷം, സ്ഥിര വരുമാനം ഏറ്റവും നല്ലതാണ്. പക്ഷെ ഈ സൈഡിൽ കൂടെ എന്റെ പാഷൻസ്, ഇതൊക്കെ എന്റെ പാഷൻസ് ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. ജോലി തന്നെയല്ല, ഈ അഭിനയം എന്റെ പാഷനും കൂടാണ്. സോ ഈ സൈഡിൽ കൂടെ എനിക്ക് അഭിനയം കിട്ടിയാൽ ഞാൻ അത് ചെയ്തിരിക്കും. അഭിനയം എന്ന് പറയുമ്പോൾ താങ്കളുടെ പാഷൻ എന്ന് പറഞ്ഞല്ലോ, ആ പാഷൻ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ താങ്കൾക്ക് ഇപ്പോൾ ഒരു തലയിൽ ചുമന്ന് വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഞാനായിട്ട് ചെയ്യുന്ന അല്ലല്ലോ. പാഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനല്ല, അതിലൊരു സക്സസ് ആവുക. ഞാൻ ചെയ്യുന്നത് ഞാൻ സക്സസ്ഫുൾ ആണ്, എന്റെ മൈൻഡ് സക്സസ്ഫുൾ ആണ് ഞാൻ ചെയ്യുന്ന എന്തും. ഓക്കെ, കഴിഞ്ഞ ഹോട്ട് സീറ്റിൽ രേണുസുതിക്ക് ആരും വീട് തന്നിട്ടില്ല എന്ന് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കത്തില്ല. കാരണം എനിക്ക് എന്ത് വീട് തന്നു? എനിക്ക് വീട് തന്നിട്ടില്ല, സ്ഥലം തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. എന്റെ പേരിൽ ഒന്നുമില്ല. എന്റെ പേരിലല്ല, സുധിച്ചേട്ടന്റെ മക്കളുടെ പേരിലാണ് വീടും സ്ഥലവും. അത് ഞാൻ സന്തോഷപൂർവ്വം അവരുടെ അമ്മയായതുകൊണ്ട് അവിടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. രേണു എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? രേണുവിന് വീട് തന്നതിന്റെ അർത്ഥം രേണുവിന്റെ ഫാമിലിക്ക്, അതായത് രേണുവിന്റെ 2 മക്കൾ അടങ്ങുന്ന സുധിക്ക് വീട് തന്നു എന്നല്ലേ അർത്ഥം? ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്ന ഭാര്യയല്ലേ ഇപ്പോഴും? ഓക്കെ, ഞാൻ ഇപ്പോഴും അപ്പം ഞാൻ അവിടെ താമസിക്കുന്നതിനാണ് കമന്റ്സ്. ഇവിടെ ഇറക്കി വിട്, ഇവിടെ എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത്, ഇവിടെ ലാസ്റ്റ് അടിച്ചിറക്കും, അതൊക്കെ എന്തിനാണ് പറയുന്നത്? സുധിയുടെ ഭാര്യയല്ലേ രേണു? അപ്പൊ രേണു അങ്ങനെ എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ രേണുവിന്റെ ആ ഒരു നടത്തം, അതായത് ഈ കുപ്രസിദ്ധിയിലേക്ക് പോകുന്ന, അപ്പൊ ഈ കുപ്രസിദ്ധി നേടിയ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ജീവിക്കുന്നില്ലേ വീട്ടില്, മക്കളുമായിട്ട് ജീവിക്കുന്നില്ലേ? അവർക്കാർക്കും ഇല്ലല്ലോ ഈ പ്രശ്നങ്ങൾ. അവരെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. എന്നെ മാത്രം എന്തിനു പറയുന്നു? എന്റെ സ്വന്തം, എനിക്ക് എന്റെ പേരിൽ എഴുതി തന്നാലും. ഒറ്റ ക്വസ്റ്റ്യൻ, നിങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യയാണ്? കൊല്ലം സുധിയുടെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. അപ്പൊ കൊല്ലം സുധിക്ക് തന്ന വീട് നിങ്ങളുടെ വീടല്ലേ? അതെങ്ങനെ ശാരികയാകുന്നേ? എങ്ങനെയാണ് അല്ലാത്തത്? കൊല്ലം സുധി മരിച്ചുപോയി ഇല്ലേ? സുധിച്ചേട്ടൻ മരിച്ചുപോയി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വൈഫല്ലേ താങ്കൾ? അദ്ദേഹത്തിന്റെ വൈഫാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കും. അദ്ദേഹത്തിന് എനിക്ക് വീട് തരിക എന്ന് പറഞ്ഞാൽ എന്റെ ഓരോരുത്തരും വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവളുടെ പേരിലാണോ വീട് എഴുതിയേക്കുന്നത്? ഇവിടെ കൊല്ലം സുധിയുടെ ഭാര്യയാണോ? അല്ലേ? ആണല്ലോ. അപ്പൊ പിന്നെ കൊല്ലം സുധിയുടെ പേരിൽ തരുന്ന വീടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടല്ലേ? എങ്ങനെ പേരിലല്ല വീട്, സുധിച്ചേട്ടന്റെ പേരിലല്ല വീട്. പേര് അല്ല ചോദിക്കുന്നത്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം സുധിക്ക് കൊടുത്ത വീടല്ലേ? രേണു സുധിക്ക് എവിടെ വീട് തന്നു? കൊല്ലം സുധിക്ക് കൊടുത്ത വീടാണോ? കൊല്ലം സുധിക്കല്ല കൊടുത്തത്, മക്കൾക്കല്ലേ കൊടുത്തത്. അത് കൊല്ലം സുധിയുടെ മക്കളല്ലേ? അതപ്പോ ആ മക്കളുടെ വീടെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് നിങ്ങളുടെ വീടല്ലേ?
ഞാനിവിടെ താമസിക്കുന്നതേ ഉള്ളത് മക്കളുടെ വീടാണ്. എന്റെ വീടെന്ന് പറഞ്ഞാൽ ഇനി താഴെ വന്ന് പറയും ഇവളെ അവരെ ഇറക്കി വിടുക, അത് ഇത് എന്തിനാ കേൾപ്പിക്കുന്നേ? അല്ല, അപ്പൊ നിങ്ങൾ അവിടുത്തെ ജോലിക്കാരിയാണോ? ജോലിക്കാരിയാണെന്ന് വെച്ചാൽ കുഞ്ഞിന് അപ്പൊ കിച്ചു മൂത്ത മോൻ, നിങ്ങൾ ആ വീട്ടിലെ ആരാണ്? അവരുടെ അമ്മ, പിള്ളേരുടെ അമ്മ. ഒരു വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഗൃഹനാഥയല്ലേ? അപ്പൊ നിങ്ങൾ എന്താണ് പരസ്പരം സംസാരിക്കുന്നത്? പരസ്പര ബന്ധമല്ല, ആ ആധാരത്തിൽ എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്റെ പേരിലല്ലെന്ന്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ കൊല്ലസുധര ഭാര്യയാണോ? തീർച്ചയായിട്ടും ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കൊല്ലസുധര വീട്ടിലല്ലേ നിങ്ങൾ താമസിക്കുന്നത്? എന്റെ ശാരിക കൊല്ലസുധി ചേട്ടന്റെ മക്കൾക്കാണ് ആ വീട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊല്ലസുധര മക്കളായതുകൊണ്ടല്ലേ അവർക്ക് വീട് കൊടുത്തത്? അതെ. പിന്നെ നിങ്ങൾ എന്തുവായി പറയുന്നേ? എന്റെ പേരിലാണോ വീട്? അല്ലല്ലോ. നിങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന പേരല്ലേ അറിയപ്പെടുന്നത്? അപ്പൊ നിങ്ങൾ അവിടുത്തെ ഗൃഹനാഥയല്ലേ, ആ കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ? ആണ്, അത് ഞാൻ സമ്മതിച്ചില്ലല്ലോ, സമ്മതിക്കാത്ത. എനിക്ക് വീടില്ലാന്ന് പറയുന്ന എന്തർത്ഥം? എന്റെ വീടല്ലാന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അവിടുത്തെ വേലക്കാരിയാണോ? ശാരികേ, അവിടുത്തെ ജോലിക്കാരിയാ? കുട്ടികളെ നോക്കുന്ന ആയ അല്ലല്ലോ. അതല്ല ഞാൻ പറയുന്നത്, എന്റെ പേരിൽ എഴുതി തന്നിട്ടില്ല ഒന്നും. കൊല്ലസുധിയെ നിങ്ങൾക്ക് പേരിൽ എഴുതുന്നതാണോ? അല്ല, അതെന്റെ ഭർത്താവാണ്. അപ്പൊ പിന്നെ കൊല്ലസുധിയുടെ ഭാര്യ എന്ന ലേബിൽ അറിയപ്പെടുമ്പോ ഇനി ഞാൻ പറയാം, കൊല്ലം സുധിച്ചേട്ടൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ല. മനസ്സിലായി? നിങ്ങൾക്ക് കൊല്ലസുധിയുടെ അവകാശം ഉണ്ടോ? കൊല്ലസുധി എന്ന ആള് നിങ്ങൾക്ക് അവകാശം ഉണ്ടോ? പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉണ്ടല്ലോ. അപ്പൊ പേര് ഉപയോഗിക്കാനും ഫോട്ടോ വീട്ടിൽ നിങ്ങൾക്ക് അവകാശമില്ലേ? വീട്ടിൽ നിങ്ങൾക്ക് അവകാശമില്ല. അവകാശമില്ലെന്നല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ വീടല്ല, എനിക്ക് ആരുമില്ല, എന്റെ പേര് എഴുതുന്നില്ല എന്ന് തന്നിട്ടില്ല, അത് ഞാൻ എവിടെയും പറയും. അത് സത്യമല്ലേ? കൊല്ലസുധിയുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? ഒരുപാട് വസ്ത്രങ്ങളില്ല, ഉള്ള 2-3 സൂക്ഷിച്ചു. അത് ആരുടെ അവകാശത്തിലുള്ളതാ? നിങ്ങളുടെ അവകാശത്തിലുള്ളത്. അതിന്റെ കസ്റ്റോഡിയൻ ആരാ? രക്ഷാധികാരി രേണുസുധി. രേണുസുധി ആണോ? അപ്പൊ പിന്നെ കൊല്ലസുധിയുടെ വീടും അങ്ങനെ തന്നെയല്ലേ? ശരിക്കും ഞാൻ അവരുടെ അമ്മയായോണ്ട് ആ വീട് ഞാൻ താമസിക്കുന്നു, അപ്പൊ എന്റെ കൂടെ വിടാം. പക്ഷെ എഴുതി തന്നിട്ടില്ലെന്ന് മാത്രം. അമ്മയെക്കാളും മുമ്പ് നിങ്ങൾ കൊല്ലസുധിയുടെ ഭാര്യയല്ലേ? ഭാര്യയെ കഴിഞ്ഞല്ലേ അമ്മയാവുന്നത്? ഓക്കെ. ഒടുവിൽ നിങ്ങൾ സമ്മതിച്ചു അത് നിങ്ങളുടെ വീടാണെന്ന്. എന്തായാലും രേണുസുധി കഴിഞ്ഞ ഹോട്ട്സിൽ വന്നിരുന്നു പറഞ്ഞാൽ അത് എന്റെ വീടല്ലെന്ന്. എന്തായാലും ഞങ്ങൾ അത് ഞാൻ ആധാരത്തിൽ എന്റെ വീടല്ല എന്നാണ് ഞാൻ. അതെ, പിന്നെയും തുടങ്ങി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ രേണുസുധിയുടെ ഭാര്യ, രേണുസുധി എന്ന് പറയുന്ന സുധിയുടെ ഭാര്യയാണ്, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്കല്ലേ അവകാശം വീടിന്? എനിക്കാണ് അവകാശം വീടിന്? എന്നോടാണോ ചോദിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് അവകാശം എന്ന് പറഞ്ഞാൽ പിള്ളേരെ നോക്കുക, അവിടെ നിൽക്കുക, അത്രേ ഉള്ളൂ. അതെന്റെ ജോലിയാണ്, കർത്തവ്യം. കൊല്ലസുധിയുടെ മക്കളില് നിങ്ങൾക്ക് അവകാശം ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ. 2 മക്കളുടെ അവകാശം. 2 മക്കളിലും പരിപൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ട്. പരിപൂർണ്ണ അവകാശം ഉണ്ട്. ഓക്കെ. അപ്പൊ അവരുടെ വീട്, അതായത് കൊല്ലസുധിയുടെ മക്കൾക്ക് നൽകിയ വീടും നിങ്ങൾക്ക് അവകാശം ഇല്ലെന്ന് സംബന്ധിച്ച് അവകാശം ഇല്ലെങ്കിൽ, അവകാശം എന്ന് ഞാൻ പറയുന്നത് എഴുതി തന്നിട്ടില്ലാരും. എന്നാലും മക്കളുടെ അമ്മയായതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു. എത്ര നാൾ താമസിക്കുമെന്ന് എനിക്കറിയില്ല, അത്രയും നാൾ താമസിക്കും. എനിക്കിപ്പോ ഒരു ചെറിയ സങ്കടം തോന്നുന്നുണ്ട്. എന്താണ്? ആ വീട് അംഗീകരിക്കാത്ത നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഇനി ഉപേക്ഷിക്കൂ ഭാവി? ഒരിക്കലും ഇല്ല, മരിച്ചാലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കത്തില്ല ഞാൻ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് വീട് അംഗീകരിക്കാത്തത്? അംഗീകരിക്കുമല്ലോ, ഞാൻ ആ വീട്ടിൽ തന്നെയാണ്. ഇന്നും ഞാൻ ആ വീട്ടിൽ നിന്നാണ് കിടന്നിറങ്ങി വന്നത്. അത് എന്റെ വീടാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് പേരിൽ എന്റെ എഴുതി തന്നിട്ടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പിള്ളേർ, അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. സുധിച്ചേട്ടന്റെ 2 മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഹോട്ട് സീറ്റിന്റെ ഷോയിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ ആരുമല്ല, എനിക്ക് ആരും തന്നിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളോട് തിരുത്തുകയാണെന്ന് ഞങ്ങൾ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ ശാരിക, നിങ്ങൾ എന്ത് പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുന്നില്ല. രേണു സുധിയുടെ സത്യം മുകളിലിരിക്കുന്ന ആൾക്കറിയാം. അത് മാത്രം എനിക്ക് ആളെ മാത്രം ബോധിപ്പിച്ചാൽ മതി. 2 ആളെ, ദൈവത്തെ സൂചിച്ചാൽ. അപ്പൊ നിങ്ങളുടെ ശരിയും എന്റെ ശരിയുമാണ്. ഇത് 2 ശരികളുടെ യുദ്ധമായിക്കോട്ടെ. അതെ. അടുത്ത ക്വസ്റ്റ്യൻ. എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. എന്നെ തെറി വിളിച്ച് ഞാൻ തിരിച്ച് തെറി വിളിക്കത്തില്ല, നല്ല വർത്താനം ഞാൻ പറയും. എന്തിനാ പറയുന്നത് തെറി വിളിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തെറി വിളിച്ചിട്ടുണ്ടോ? ലൈവിൽ വന്നിരുന്ന് വർത്താനം തെറി വിളിച്ചിട്ടില്ല. ഞാൻ തെറി എന്ന് പറഞ്ഞാൽ ആ പൂ കോ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുടെ ഒരു വേർഡ്സ് ആണ് തെറി. എനിക്ക് നന്നായിട്ട് അറിയാത്തതല്ല, ഞാൻ അത് തിരിച്ചു വിളിക്കത്തില്ല. കൾച്ചർ ലെസ് ആണത്. സോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ എടി പൊടി എന്നൊക്കെ വിളിച്ച് ഞാൻ പ്രതികരിച്ചു. അതൊന്നും തെറിയല്ല, തെറിയുടെ ഭാഗത്തേ അല്ല അത്. ദേഷ്യം വരും, മനുഷ്യനാണ്. ഹോട്ട് സീറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് വീണ്ടും വരുന്നത്. ആ 2ാം വരവിലും താങ്കൾ വളരെ മനോഹരമായിട്ട്, വളരെ ബോൾഡായിട്ട്, അതിശക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് എല്ലാം തന്നെ നൽകിയത്. താങ്കളുടെ ഈ ശക്തിയും ധൈര്യവും എല്ലാം താങ്കളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.